ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ചായ കുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ കുളിച്ച് ഈ ഒരു ഡാർക്ക് റെഡില്ലേ, ഇത് നല്ല റെഡ്, ഇത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ് കേട്ടോ, ജസ്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും ഒരുങ്ങി, ഞാനും അമ്മും പാറൊക്കെ കൂടി. പിന്നെ ഈ ഒരു ചുരിദാർ വന്നിട്ട് ചേട്ടൻ നമ്മുടെ കോഴിക്കോട് നമ്മുടെ മിഠായി തെരുവില്ലേ അവിടെ പോയപ്പോൾ നല്ല റേറ്റ് കുറവിന് എടുത്തുതന്ന ചുരിദാറാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കളറ്. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കട, സാധാരണ ഒരു പെട്ടിക്കട മാതിരി, അവിടെ നിന്ന് പുളിമിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. നമ്മുടെ ടിപ്പു ചേട്ടനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോഴേ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ടിപ്പുവിനെ കിട്ടാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ പെറ്റ്സിൻ്റെ ബോർഡിംഗ് ഇല്ലേ അവിടെ ആക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരുപാട് ഡോഗുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആക്കി അങ്ങനെ നമ്മളിതേ അന്തിക്കാട് എത്തിയ പിന്നെ ശരിക്കൊരു എന്താ പറയുക, ഒരു നാടൻ സ്റ്റൈലാണ്. അങ്ങനെ നല്ല ബീഫും മീനും പപ്പടവും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു. അതിന് ശേഷം പാറക്കുട്ടിക്ക് ഇങ്ങനെ നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചാച്ചൻ്റെ പച്ചക്കറിയുടെ എന്താ പറയുക, പച്ചക്കറി ഉണ്ടാക്കണ പറമ്പിലേക്ക് പോയി. അങ്ങനെ കൃഷി സ്ഥലമൊക്കെ കണ്ട് കുറേ അധികം വിളവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തക്കാളി, കുമ്പളങ്ങ, മിളക്. ഇത് നമ്മുടെ കൈത കേട്ടോ, നമ്മുടെ പറമ്പിന് മുന്നിലുള്ളതാണ് കൈത. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞു പാറുവിന്. അപ്പോൾ ഞങ്ങൾ ഇതവിടെയാണ് നമ്മുടെ വീട്, നേരെ ഓപ്പോസിറ്റ് അമ്പലമാണ് മുന്നിൽ തന്നെ. അങ്ങനെ പാറുവിന് തൊഴണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പാലമര കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പാലമരാണ്. പിന്നെ പാറുവിന് തൊട്ടാർവാടി ഇതുവരെ നമ്മുടെ വീടിന് പുറത്തങ്ങനെ വീട്ടിലധികം പുല്ലില്ലാത്തതുകൊണ്ടേ ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ പുല്ലുകളൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ തൊട്ടാർവാടി കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വന്നിട്ട് അച്ഛൻ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറുതേൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തേനീച്ച വളർത്തുന്നതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ചെറുതേൻ, അത് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഞാനും അമ്മയും അതുപോലെ തന്നെ പിള്ളേരും കൂടിയിട്ട് നമ്മുടെ കോൾപ്പാടം കാണാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് സൂപ്പറായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. അതായത് ഒരു വെയിലൊക്കെ ആറിയതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് നടന്നു. മനസ്സൊക്കെ ഭയങ്കര ഒരു റിലാക്സ് ആവും. അപ്പോൾ നമുക്കിവിടെ പാടമുണ്ട് കേട്ടോ, കോളുണ്ട്. ഇപ്പോൾ പണിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചേട്ടൻ. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്നു, പിള്ളേർക്കൊക്കെ ഒരു രസം. അങ്ങനെ അപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് വീഡിയോ ആയിപ്പോയി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ദേ നമ്മൾ ഒരു എന്താ പറയുക, ഒരു മിൻറ്റ് ലൈം ഒക്കെ കുടിച്ചു. പിന്നെ നമ്മൾ പൂക്കളം, ഞങ്ങൾക്ക് ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. ഞങ്ങളുടെ ഒരു കസിൻ ഇങ്ങനെ കുറച്ച് അകന്നിട്ടുള്ളതാണ്, കസിൻ മരിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തൃക്കാക്ക അപ്പനൊക്കെ വെക്കണില്ല, അത് വെക്കണില്ല. ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു പൂക്കളം പിള്ളേരെ സന്തോഷത്തിന് വേണ്ടി ഇട്ടു. അപ്പോൾ ഓണമില്ല എന്ന് തന്നെ പറയാം, എന്നാലും പിള്ളേരുള്ളത് കൊണ്ടൊരു സന്തോഷത്തിന് അങ്ങനെ ഇട്ടു. അങ്ങനെ അച്ചാച്ചനും പിള്ളേരൊക്കെ ആയിട്ടൊരു കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന വൈകുന്നേരം കിടന്നിട്ട്. അപ്പോൾ ഞാൻ